അയൽരാജ്യമായ നേപ്പാളിൽ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചതും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി പ്രക്ഷോഭകർ കത്തിച്ചതും ഈ പ്രതിസന്ധിയുടെ ഗൗരവമാണ് വ്യക്തമാക്കുന്നത്. എന്താണ് ശരിക്കും നേപ്പാളിന് പറ്റിയത്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അതിനു മുൻപ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പ്രധാനമായും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതായത് NCPയിലെ ആഭ്യന്തര കലഹങ്ങളും ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കങ്ങളുമാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. നേപ്പാളിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പിന്നിൽ പാർലമെന്റ് പിരിച്ചുവിടാനുള്ള കെ.പി. ശർമ്മ ഒലിയുടെ നീക്കമാണ് കാരണമായിട്ടുള്ളത്. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ ഭരണ പ്രതിസന്ധി രൂക്ഷമായിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡയുമായുള്ള അധികാര തർക്കമാണ് ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. ഒലി രാജിവെക്കണമെന്ന് പ്രചണ്ഡ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ്. എന്നാൽ ഇതിന് വഴങ്ങാതെ ഒലി പാർലമെന്റ് പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തു. ഈ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി പാർലമെന്റ് പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടതോടെ ഒലിയുടെ നില പരുങ്ങലിലായി. ഈ സാഹചര്യത്തിലാണ് രാജ്യമെങ്ങും പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടതും ഒലിക്ക് രാജിവെക്കേണ്ടി വന്നതും. ഒലി ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള നേപ്പാളിന്റെ ബന്ധം വഷളായിട്ടുണ്ടായിരുന്നു. കാലാപാനി, ലിംപിയാതുര, ലിംപു ലേക്ക് തുടങ്ങിയ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി നേപ്പാൾ പുതിയ ഭൂപടം പുറത്തിറക്കിയത് ഇന്ത്യയുമായി വലിയ നയതന്ത്ര തർക്കങ്ങളിലേക്കാണ് വഴിവെച്ചത്. ഈ വിഷയത്തിൽ ഒലി ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഭരണകർത്താവുമാണ്. എന്നാൽ ഈ നീക്കങ്ങൾക്ക് ചൈനയുടെ പിന്തുണയുണ്ടെന്നാണ് ഇന്ത്യ ആരോപിച്ചത്. ഈ അതിർത്തി തർക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ അതൃപ്തിക്കും കാരണമായി. കെ.പി. ശർമ്മ ഒലിയുടെ രാജി നേപ്പാളിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് അറുതി വരുത്തുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പുതിയ സർക്കാർ രൂപീകരിക്കുന്നത് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. നേപ്പാളിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യയുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നും ശ്രദ്ധയോടെ തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. കെ.പി. ശർമ്മ ഒലിയുടെ രാജി നേപ്പാളിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് അറുതി വരുത്തുമോ എന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളും പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങളോടുള്ള ജനങ്ങളുടെ അതൃപ്തിയുമാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. ഈ പ്രതിസന്ധികൾക്ക് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. കെ.പി. ശർമ്മ ഒലിയുടെ രാജി നേപ്പാളിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണുമോ എന്നത് സംശയകരം തന്നെയാണ്. കാരണം ഒലിയുടെ രാജിയോടെ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ അധികാര തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. പാർലമെന്റ് പിരിച്ചുവിടാനുള്ള ഒലിയുടെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തിയതും പാർട്ടിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. പുതിയൊരു സർക്കാർ രൂപീകരിക്കുന്നത് എളുപ്പമുള്ള കാര്യവുമല്ല. ഈ സാഹചര്യം വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചേക്കാം. നേപ്പാളിലെ ജനങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയ അസ്ഥിരതയും ദുർഭരണവും തന്നെയാണ്. കോവിഡ്-19 മഹാമാരിയെ കൈകാര്യം ചെയ്തതിലെ പാളിച്ചകൾ, അഴിമതി, ദുർഭരണം എന്നിവ ഒലിയുടെ സർക്കാരിനെതിരെ ജനങ്ങളിൽ വലിയ രോഷമുണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് പാർലമെന്റ് പിരിച്ചുവിടാനുള്ള അദ്ദേഹത്തിന്റെ നീക്കമാണ്. ഒലി സ്വീകരിച്ച ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് പാർലമെന്റ് പിരിച്ചുവിടാനുള്ള നീക്കം ജനാധിപത്യപരമായ മൂല്യങ്ങളെ തകർക്കുന്നതാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ജനകീയ മുന്നേറ്റമായി മാറുകയായിരുന്നു. കെ.പി. ശർമ്മ ഒലിയുടെ രാജി നേപ്പാളിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് അറുതി വരുത്തുമോ എന്ന് ഉറപ്പില്ലാത്തതും ഈ സാഹചര്യത്തിൽ തന്നെയാണ്. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളും പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങളോടുള്ള ജനങ്ങളുടെ അതൃപ്തിയുമാണ് പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള നേപ്പാൾ എന്ന് പറയുന്നത് പണ്ട് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. അത് പണ്ട് ഇന്ത്യയോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലവുമായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മറ്റൊരു രാജ്യവും നേപ്പാൾ മറ്റൊരു രാജ്യവുമായി. ഈ നേപ്പാളിനെ ഇന്ത്യയുമായി ലയിപ്പിക്കണോ എന്ന ചർച്ചകൾ ആ കാലഘട്ടത്തിൽ സജീവമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നേപ്പാളിന്റെ ഈ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക്, അതായത് ഇപ്പോൾ നേപ്പാൾ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം ആര് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നേപ്പാളിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താനോ നമുക്ക് സാധിക്കില്ല. അതിന്റെ കാരണം വളരെ സങ്കീർണമാണ് എന്നതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഒന്നാമത്തത് ആഭ്യന്തര കലഹങ്ങളാണ്. കാരണം രാജ്യത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട്, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ടൊക്കെ നിരവധി പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ നേപ്പാൾ ജനത അനുഭവിച്ചിട്ടുണ്ട്. നേപ്പാളിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. അധികാരത്തിന് വേണ്ടിയുള്ള ഈ തർക്കങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിച്ചു എന്നത് വാസ്തവമാണ്. ചൈനയുടെയും ഇന്ത്യയുടെയും സ്വാധീനമാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അതായത് നേപ്പാളിലെ രാഷ്ട്രീയത്തിൽ ചൈനയ്ക്കും അതുപോലെ തന്നെ മറ്റൊരു അയൽ രാജ്യമായിട്ടുള്ള ഇന്ത്യക്കും വലിയ സ്വാധീനമുണ്ട്. ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ചില രാഷ്ട്രീയ വിഭാഗങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത്. ഇത് നേപ്പാളിന്റെ ആഭ്യന്തര വിഷയങ്ങളെ സങ്കീർണമാക്കുകയാണ്. മാത്രവുമല്ല, നേപ്പാളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യ ആയാലും ചൈന ആയാലും വലിയ രാജ്യമാണ്. സാമ്പത്തികപരമായും സൈനികപരമായും രാഷ്ട്രീയപരവുമായും ഒക്കെ ദുർബലരാണ് നേപ്പാൾ ഇരു രാജ്യങ്ങളെയും വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ നേപ്പാളിനെ ഇരു രാജ്യങ്ങളെയും തള്ളി പറയാനോ കൂടെ നിർത്താനോ പറ്റാത്ത ഒരു അവസ്ഥയും അവിടെ നിലനിൽക്കുന്നുണ്ട്. നേപ്പാളിലെ ജനങ്ങൾ തീർച്ചയായും അസ്വസ്ഥരാണ്. കാരണം തുടർച്ചയായ രാഷ്ട്രീയ പ്രതിസന്ധികളും സാമ്പത്തിക പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധികൾക്ക് വേഗത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് നേപ്പാളിന്റെ ഭാവിക്ക് ഭീഷണിയാകുമെന്ന കാര്യവും ഉറപ്പാണ്. മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാനുണ്ട്. കാരണം നമ്മളിപ്പോൾ ഭൂപടം നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങളും രാഷ്ട്രീയ അട്ടിമറികളും നടന്നതായിട്ട് നമുക്ക് അടുത്തിടെ വന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശ്രീലങ്കയിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒടുവിലാണ് നേപ്പാൾ കൂടി ഈ ഒരു ലിസ്റ്റിലേക്ക് കടന്നു വരുന്നത്. ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷ, നയതന്ത്ര മേഖലകളെ നേരിട്ട് തന്നെ ബാധിക്കും. അതായത് രാഷ്ട്രീയ അസ്ഥിരതയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും അഭയാർത്ഥി പ്രവാഹവും വർദ്ധിക്കാനുള്ള സാധ്യതയേറെയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ നുഴഞ്ഞുകയറ്റം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് എന്നും ഒരു ഭീഷണിയാണ്. ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നും അനധികൃത കുടിയേറ്റം വർദ്ധിക്കുന്നത് അതിർത്തി മേഖലകളിൽ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം. ഇത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥയെ കാര്യമായി തന്നെ ബാധിക്കും. അയൽരാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധികൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെയും കാര്യമായി ബാധിക്കും. ശ്രീലങ്കൻ സാമ്പത്തിക പ്രതിസന്ധി അതിന് മികച്ച ഉദാഹരണമാണ്. ശ്രീലങ്കയ്ക്ക് ഇന്ത്യ വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ചു. അയൽരാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ തകരുന്നതും ഇന്ത്യക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അയൽരാജ്യങ്ങളുമായിട്ടുള്ള അസ്ഥിരത ചൈനയ്ക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവസരം നൽകുന്നു എന്നതുകൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ ചൈന വൻതോതിൽ നിക്ഷേപം നടത്തുകയും സൈനിക സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്ത വാർത്തകൾ നമ്മൾ നിരവധി കണ്ടതാണ്. നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ ഒരുമിപ്പിച്ച് നിർത്താൻ ചൈന ശ്രമിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കെതിരായിട്ടുള്ള ചൈനയുടെ നീക്കമാണ് നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ഒരു നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. നയതന്ത്രപരമായി ഇടപെട്ട് ഈ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാമ്പത്തിക സഹായങ്ങൾ നൽകി അവരെ പിന്തുണയ്ക്കാനും ഇന്ത്യ ശ്രമിക്കേണ്ടതുണ്ട്. അയൽരാജ്യങ്ങളിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഒരിക്കൽ നേപ്പാൾ ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം നേപ്പാൾ സ്വതന്ത്ര രാജ്യമായി തന്നെ നിലനിന്നു. ഒരുപക്ഷെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്തിരുന്നുവെങ്കിൽ നേപ്പാളിന്റെ വർത്തമാനകാലം മറ്റൊന്നായേനെ. എന്തുകൊണ്ടാണ് അന്ന് നേപ്പാളിനെ ഇന്ത്യ കൂടെ ചേർത്തില്ല എന്നതുകൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്താമെന്ന് തോന്നി. അതിനെക്കുറിച്ച് പറയാം. നേപ്പാളിനെ ഇന്ത്യയുമായി ലയിപ്പിക്കാതിരുന്നതിന് ചരിത്രപരവും അതുപോലെ തന്നെ രാഷ്ട്രീയപരവുമായ നിരവധി കാരണങ്ങളുണ്ട്. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന നാട്ടുരാജ്യങ്ങളെയാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. എന്നാൽ നേപ്പാൾ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു അന്ന് മുതൽക്കേ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല എന്നതാണ് സത്യം. ചരിത്രപരമായ കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ പരമാധികാര രാഷ്ട്രം എന്ന രീതിയിലാണ് നേപ്പാൾ അറിയപ്പെടുന്നത്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും നേപ്പാൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് നിലനിന്നിരുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയെ പോലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്നില്ല നേപ്പാൾ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 1950 സമാധാന ഉടമ്പടിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമ്മൾ പറയേണ്ടത്. അതായത് ഇന്ത്യയും നേപ്പാളും തമ്മിൽ 1950 ഒപ്പുവെച്ച സമാധാനത്തിനും സൗഹൃദത്തിനും വേണ്ടിയുള്ള ഉടമ്പടി ഇരു രാജ്യങ്ങൾക്കും പരസ്പര സഹകരണവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതായിരുന്നു. ഈ ഉടമ്പടിക്ക് കീഴിൽ നേപ്പാളിന് ഇന്ത്യയുടെ ഭാഗമായി മാറേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. അടുത്തത് രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്. ഒന്നാമത്തത് ചൈനയുടെ സ്വാധീനമാണ്. അതായത് നേപ്പാൾ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണല്ലോ. നേപ്പാളിനെ ഇന്ത്യ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ അത് ചൈനയുമായി അതിർത്തി തർക്കങ്ങൾക്കും ശത്രുതയ്ക്കും വലിയ കാരണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. രണ്ടാമത്തെ സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ്. അതായത് ഇന്ത്യയും നേപ്പാളും തമ്മിൽ സാംസ്കാരികപരമായ സാമ്യങ്ങൾ ഉണ്ടെങ്കിലും നേപ്പാളിന് അതിൻ്റെതായ തനത് സംസ്കാരവും രാഷ്ട്രീയ സംവിധാനവും ഉണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഹിന്ദു രാഷ്ട്രം എന്ന് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രം നേപ്പാൾ തന്നെയാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യ നേപ്പാളിനെ തങ്ങളുടെ രാജ്യത്തേക്ക് ചേർക്കാതിരുന്നത്. അതായത് ഇന്ത്യ ആ സമയത്ത് തന്ത്രപരമായിട്ട് എടുത്ത ഒരു തീരുമാനമായിരുന്നു അത് എന്നതാണ്. ഒരുപാട് ചർച്ചകൾ
ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു തീരുമാനം സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ ചരിത്രപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിശദീകരണമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. ഈ തീരുമാനം നേപ്പാളിൻ്റെ പരമാധികാരത്തെ മാനിക്കുന്നതാണ്. അതുതന്നെയാണ് ഇന്ത്യ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ഇന്ത്യ എപ്പോഴും ബഹുമാനിക്കാറുണ്ട്. നിലവിൽ എന്തായാലും നേപ്പാൾ വലിയ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ഭാഗമായിരിക്കുകയാണ്. ഒരു പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും ഭാവിയിൽ സംഭവിക്കാനുള്ള സാധ്യതകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളിലും അസ്വസ്ഥത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ രാജ്യം വളരെ സുരക്ഷിതമാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.